നമസ്കാരം, നിഖിലാണ്. വാഹനരംഗത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായെത്തുന്ന ഡിജി ഡ്രൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2021 കിയ ഇന്ത്യയിലേക്ക് EV6 എന്ന വാഹനം അവതരിപ്പിക്കുന്നത്. വളരെയധികം ശ്രദ്ധ നേടിയ ആ ഒരു വാഹനത്തിൻ്റെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ, ഒരു ഫേസ് ലിഫ്റ്റ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. 2025 ഭാരത് മൊബിലിറ്റി എക്സ്പോയിലാണ് ഈ ഒരു ഫേസ് ലിഫ്റ്റ് കിയ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഡിജി ഡ്രൈവിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട 10 പ്രത്യേകതകൾ നോക്കാം. ആദ്യത്തെ പ്രത്യേകത ഇതിൻ്റെ ബാറ്ററി പാക്കാണ്. 84 കിലോവാട്ടിൻ്റെ ബാറ്ററിയാണ് ഈ ഒരു വാഹനത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. മുൻപ് 77 ആയിരുന്നു, അത് 84ലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്. വാഹനത്തിൻ്റെ ചാർജിങ്ങിലേക്ക് വരുമ്പോൾ നിരവധി പ്രത്യേകതകളുണ്ട്. കാരണം ഈ ഒരു വാഹനം 10 മുതൽ 80%, 10 നിന്ന് 80% ചാർജ് ആവാൻ 18 മിനിറ്റാണ് സമയം ആവശ്യമുള്ളത്. 350 കിലോവാട്ട് ചാർജിലാണെങ്കിൽ ഒരു 18 മിനിറ്റ് ഉണ്ടാവും. പക്ഷേ നമ്മളിപ്പോൾ ചാർജ് 240 കിലോവാട്ടിൻ്റെ ഒരു ചാർജിങ് സ്റ്റേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഒരു 80% ചാർജ് ആവും. ഈ ഒരു വാഹനത്തിൻ്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിൻ്റെ റേഞ്ചാണ്. 650 കിലോമീറ്റർ റേഞ്ചാണ് കിയ ഈ ഒരു EV6 അവകാശപ്പെടുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ നാലാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത പ്രീമിയം റിലാക്സേഷൻ സീറ്റുകളാണ്. അതായത് മുൻഭാഗത്തിനൊപ്പം പിൻഭാഗത്തും പ്രീമിയം സീറ്റുകൾ ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അതായത് മുൻഭാഗത്ത് യാത്ര ചെയ്യുന്നവർക്കൊപ്പം, അതായത് ഡ്രൈവറിനായാലും കോ ഡ്രൈവറിനായാലും പിൻഭാഗത്തിരിക്കുന്നവർക്കും വളരെ മികച്ച കംഫർട്ട് നൽകുന്ന രീതിയിൽ റിലാക്സ് ആയിട്ട് പോകാൻ സാധിക്കുന്ന പ്രീമിയം റിലാക്സേഷൻ സീറ്റുകളാണ് നൽകിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ഒരു റീസെൻ്റായിട്ട് പല വാഹനങ്ങളിൽ കാണുന്നതാണ്. അതായത് കിയയുടെ സിറോസിലൊക്കെ നമ്മൾ കണ്ടതാണ്. പിൻഭാഗത്തിരിക്കുന്ന ആളുകൾക്ക് മികച്ച കംഫർട്ട് നൽകുന്നു. പിൻഭാഗത്തേക്ക് വെന്റിലേറ്റഡ് സീറ്റുകളടക്കം കിയ കൊണ്ടുവന്നൊരു ഓപ്ഷൻ നമ്മൾ കണ്ടതാണ് സിറോസിൽ. അതുപോലെ തന്നെയാണ് ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ, അതായത് പിൻഭാഗത്തിരിക്കുന്നവർക്കും കൂടുതൽ കംഫർട്ട് നൽകുന്ന രീതിയിലുള്ള ആ ഒരു സീറ്റുകളാണ് ഈ ഒരു വാഹനത്തിലും നൽകിയിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന് അഞ്ചാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇത് ഓൾ വീൽ ഡ്രൈവ് ആണ് എന്നുള്ളതാണ്. അതായത് ഡ്യുവൽ മോട്ടോർ ഓൾ വീൽ ഡ്രൈവ് AWD സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊരു ഡിഫറെൻറ്റ് ടെറൈനുകളിലൂടെയും ഈ ഒരു വാഹനം വളരെ അനായാസമായി മനോഹരമായി കൊണ്ടു നടക്കാൻ സാധിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ ആറാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിൻ്റെ സീറ്റുകളാണ്. അത് 60-40 രീതിയിൽ ഫോൾഡ് ചെയ്യാൻ കഴിയുന്ന സീറ്റുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഒരു ഭാഗത്തും ഈ ഒരു വശത്തുമായി അതിനുവേണ്ടി 2 സ്വിച്ചുകൾ അല്ലെങ്കിൽ ചെറിയ ലിവറുകൾ നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. അതായത് റിമോട്ട്ലി ഫോൾഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ഇവിടുന്ന് അത് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സീറ്റ് പൂർണ്ണമായി റിമോട്ട് ഉപയോഗിച്ച് ഫോൾഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. അങ്ങനെ 60-40 രീതിയിൽ ഇതിൻ്റെ സീറ്റുകൾ നമുക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ ഏഴാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ്. നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ക്ലസ്റ്ററിൽ വരുന്ന നമുക്ക് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ഹെഡ് അപ്പ് ഡിസ്പ്ലേയിൽ നമുക്ക് നേരെ മുൻപിൽ, അതായത് ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ മുൻവശത്തെ ഗ്ലാസ്സിൽ തന്നെ ഈ ഒരു
ഗ്ലാസ്സിൽ തന്നെ നമുക്ക് ലഭിക്കും. അതായത് നമ്മൾ നേരെ മുന്നിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ വാഹനം ഓടിക്കുക, നമുക്ക് വാഹനത്തിൻ്റെ വേഗത, അഡാസിൻ്റെ വാണിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മുൻഭാഗത്തെ ഗ്ലാസ്സിലായിട്ട് ലഭിക്കും. അത് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ആയിട്ട് ലഭിക്കുന്നതാണ്. അതായത് അങ്ങനൊരു ഇതില്ല, ഒരു പ്രൊജക്ടർ ഇതിനുള്ളിൽ നൽകിയിട്ടുണ്ട്, അതിൽ നിന്ന് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ആയിട്ട് അവിടെ ലഭിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ നൽകിയിട്ടുള്ളത്. അത് വളരെ മനോഹരമാണ്. നമ്മൾ ഈ റീസെൻ്റായിട്ട് 1-2 വാഹനങ്ങൾ നമ്മളത് കണ്ടു. വളരെ ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ നേരെ നോക്കി അങ്ങ് ഓടിച്ചാൽ മതി, നമുക്ക് വേണ്ട വിവരങ്ങൾ നേരെ തന്നെ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഇങ്ങോട്ട് നോക്കി വാഹനത്തിൻ്റെ വേഗത അല്ലെങ്കിൽ അഡാസിൻ്റെ വാണിംഗ് ഒക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് താഴോട്ട് നോക്കുന്നതിന് പകരം മുമ്പിലേക്ക് നോക്കി ഓടിക്കുന്നു, നമ്മളുടെ ഗ്ലാസ്സിൽ തന്നെ ആ വേഗത അടക്കമുള്ള കാര്യങ്ങൾ കാണിക്കുന്നു എന്ന് പറയുന്നത് വളരെ മികച്ചൊരു ഫീച്ചറാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഓഡിയോ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ മെരിഡിയൻ്റെ ഓഡിയോ സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അത് പ്രീമിയം ഓഡിയോ സിസ്റ്റം എന്ന് പറയാൻ സാധിക്കും. ഒപ്പം 14 സ്പീക്കറുകളും ഈ ഒരു വാഹനത്തിനുള്ളിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സൗണ്ട് എക്സ്പീരിയൻസ്, മികച്ചൊരു സൗണ്ട് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഈ ഒരു വാഹനം അത്യാവശ്യം നമുക്ക് ലോങ് ഡ്രൈവിനൊക്കെ പോകാൻ സാധിക്കും. ഒപ്പം തന്നെ എവിടെയെങ്കിലുമൊക്കെ നിർത്തിയിട്ട് നമുക്ക് സിനിമയൊക്കെ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഈ യാത്രകൾ, ദൂരയാത്രകളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ നമുക്കൊരു സൗണ്ട് ഒട്ടും നമുക്ക് അരോചകമാകുന്നില്ല. സൗണ്ട് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സൗണ്ട് സിസ്റ്റമാണ്. നേരത്തെ പറഞ്ഞ പോലെ മെരിഡിയൻ്റെ പ്രീമിയം സൗണ്ട് സിസ്റ്റമാണ്. ഒപ്പം 14 സ്പീക്കറുകളും ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ 9ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത അഡാസ് ലെവൽ 2 ആണ്. അഡാസിൽ സാധാരണ ഫീച്ചേഴ്സിനൊപ്പം തന്നെ സേഫ് എക്സിറ്റ് പോലുള്ള കുറച്ച് അധികം ഫീച്ചേഴ്സ് കൂടി ഈ വാഹനം നൽകിയിട്ടുണ്ട്. അതായത് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നമ്മളെ സഹായിക്കുന്ന സേഫ് എക്സിറ്റ് പോലെയുള്ള ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അഡാസിലുണ്ട്. ഒപ്പം ഈ അഡാസുമായി ബന്ധപ്പെട്ട കുറേ അധികം ഫീച്ചേഴ്സും വരുന്നുണ്ട്. സാധാരണ കണ്ടുവരുന്ന ലെയിൻ കീപ്പ്, ലെയിൻ അസിസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഒപ്പം നേരത്തെ പറഞ്ഞ പോലെ ഫോർവേഡ് കൊളീഷൻ വാണിംഗ് വരുന്നുണ്ട്. ഒപ്പം പാരലൽ കൊളീഷൻ വാണിംഗ് വരുന്നുണ്ട്, റിയർ കൊളീഷൻ വാണിംഗ് വരുന്നുണ്ട്. അങ്ങനെ കൊളീഷൻ വാണിങ്ങൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സേഫ് എക്സിറ്റും വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും എനിക്ക് ശ്രദ്ധേയമായി തോന്നിയത് ഈ ഒരു സേഫ് എക്സിറ്റാണ്. ഈ ഒരു വാഹനത്തിൻ്റെ 10ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത കീ തന്നെയാണ്. വളരെ മനോഹരമായൊരു പ്രീമിയം കീ ആണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. നമ്മൾ കിയയുടെ പുതിയ പല വാഹനങ്ങൾ കാണുന്ന, ഇപ്പോൾ നമ്മൾ സിറോസിൽ ഒക്കെ കണ്ടതാണ്, ഫോണിലൊക്കെ കണ്ടതാണ്, ഈ സമാനമായ രീതിയിലുള്ളൊരു കീ ആണ് ഈ വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. പക്ഷേ അതിന് വേറൊരു ഫിനിഷ്, ഒരു പ്രീമിയം ഫിനിഷ് നൽകിയിട്ടുണ്ട്. ഒപ്പം ഇതിൽ തന്നെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ്, കീ ലോക്ക് അൺലോക്ക്, ഒപ്പം ബൂട്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി സ്വിച്ച് നൽകിയിട്ടുണ്ട്. ഒപ്പം അതായത് ലോങ് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം നമുക്ക് പുറത്തു നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഒരു പ്രീമിയം കീ തന്നെയാണ് ഈ ഒരു വാഹനത്തിന് കിയ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു EV6 ഒന്ന് അടുത്തറിയാൻ വരുമ്പോൾ മുൻഭാഗത്തേക്ക് വരുമ്പോൾ നടുവിലായി കിയയുടെ ഒരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. ഇവിടെ ആ ഒരു 360 ഒരു ക്യാമറ നൽകിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ ഹെഡ്ലൈറ്റ് ഉണ്ടോ, ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈനിലാണ് ഒരു മാറ്റം ഉള്ളത്. പുതുതായിട്ട് വരുമ്പോൾ മാറ്റം ഉള്ളത് ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈനിൽ. അപ്പം പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ് വാഹനത്തിൽ വരുന്നത് എന്നുള്ളതാണ് സവിശേഷത. അപ്പം താഴേക്കൊക്കെ വരുമ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെയൊക്കെ കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചുകൾ ഈ ഒരു വാഹനത്തിന് വരുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ വലിയ മാറ്റം ഉണ്ടോ എന്ന് നമുക്ക് തോന്നില്ല, പക്ഷേ എന്നാൽ കാര്യമായ ചില കോസ്മെറ്റിക് ചേഞ്ചുകൾ, അതിൻ്റെ ഡിസൈനൊക്കെ അവിടെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സവിശേഷത. ഇനി മുൻഭാഗത്ത് നിന്ന് നമ്മൾ വശക്കാഴ്ചയിലേക്ക് പോകുമ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം വാഹനത്തിൻ്റെ ടയറുകളാണ്. അപ്പോൾ അലോയ്സിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്, അത് ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വാഹന അലോയ്സിൽ ഒരു എയറോ ഡൈനാമിക് ഡിസൈനിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം ഈ വാഹനത്തിൽ 255 പ്രൊഫൈലുള്ള 19 ഇഞ്ചിൻ്റെ ടയറുകളാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പം ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് സെൻസർ
ഇവിടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സവിശേഷത. വശത്തേക്ക് വരുമ്പോൾ വശത്തൊരു പ്രധാന ആകർഷണം ഈ മിററാണ്. മിററിൻ്റെ ഡിസൈനിലൊക്കെ ചെറിയ മാറ്റമുണ്ട്. ടേൺ ഇൻഡിക്കേറ്റർ അതിൽ തന്നെ ആ ഒരു മിററിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ നൽകിയിരിക്കുന്നു. താഴെ 360 ക്യാമറയുണ്ട്. അവിടുന്ന് പിന്നെ വരുമ്പോൾ ഡോർ ഹാൻഡിലുകളാണ്, ഫ്ലഷ് ഡോർ ഹാൻഡിലുകളാണ്. അത് ബോഡി കളർ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അവിടെ നിന്ന് പിന്നിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്നും കാര്യമായ മാറ്റങ്ങളൊന്നും ഈ ഒരു വാഹനത്തിന് വരുന്നില്ല. പിൻഭാഗത്തും ആ ഒരു നമ്മുടെ ഫ്ലഷ് ഡോർ ഹാൻഡിലാണ് വരുന്നത്. അവിടെ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ ചെറിയ ചില മാറ്റങ്ങൾ ഡിസൈനിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സവിശേഷത. ഈ ഭാഗത്തൊക്കെ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുണ്ട്. അവിടുന്ന് വീണ്ടും പിൻഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് വലിയ മാറ്റങ്ങൾ, എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാത്ത മാറ്റങ്ങൾ ഈ ലൈറ്റിലൊക്കെ വലിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഈ ലൈറ്റിൻ്റെ ഡിസൈനിലും അവിടുത്തെ എലമെൻറ്റുകളിലും താഴേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ കോസ്മെറ്റിക് ചേഞ്ചുകൾ, എലമെൻറ്റുകളിലൊക്കെ അത്യാവശ്യം വലിയ മാറ്റങ്ങൾ വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പം ഇവിടെയാണ് വാഹനത്തിൻ്റെ ആ ഒരു ചാർജിങ് പോർട്ട് നൽകിയിട്ടുള്ളത്. വാഹനത്തിൽ നൽകിയിട്ടുള്ളത് കണക്റ്റഡ് ടെയിൽ ലാമ്പുകളാണ്. ഇങ്ങനെ വന്ന് സൈഡിലേക്ക് ഇറങ്ങി നിൽക്കുന്നു, വീണ്ടും അവിടുന്ന് കണക്ട് ചെയ്ത് താഴേക്ക് വരുന്നു. വളരെ മനോഹരമായൊരു ഡിസൈൻ. ഇതിൻ്റെ ഉള്ളിൽ ഈ ലൈറ്റുകളുടെ ഉള്ളിലായി നമ്മളുടെ ആ ഒരു ചാർജിങ് പോർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സവിശേഷത. അവിടുന്ന് വീണ്ടും പിന്നിലേക്ക് വരുമ്പോൾ കിയയുടെ ആ ഒരു ബാഡ്ജിങ് നൽകിയിരിക്കുന്നു. മുകളിൽ ഇതിനുള്ളിലായിട്ടൊരു സ്റ്റോം ലാമ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മളുടെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ബട്ടൺ നൽകിയിരിക്കുന്നത്. ഇവിടെയാണ്. ഒപ്പം അത് നമുക്ക് കീ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാൻ സാധിക്കും, മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാൻ സാധിക്കും, ഗസ്റ്റർ കൺട്രോൾ ഉപയോഗിച്ച് അത് നമുക്ക് കാല് വേവ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഈ ഒരു വാഹനത്തിന് ബൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വലിയൊരു വിശാലമായ ബൂട്ട് സ്പേസാണ് ഈ ഒരു വാഹനത്തിനുള്ളിൽ എന്ന് പറയാൻ സാധിക്കും. അപ്പം ഈ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് കൂട്ടാൻ സാധിക്കും. സീറ്റുകൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 1300 ലിറ്റർ വരെ ഈ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് കൂട്ടാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സവിശേഷത. അത് റിമോട്ട്ലി നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതായത് ഇവിടുത്തെ ഇവിടെ ഒരു ലിവറുണ്ട്. ഇത് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലെഫ്റ്റിലെയും അവിടെ റൈറ്റിലെയും ആ രണ്ട് സീറ്റുകൾ നമുക്ക് 60-40 രീതിയിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. ഇതിനുള്ളിൽ ടയർ മൊബിലിറ്റി കിറ്റ് വരുന്നുണ്ട്. അതൊക്കെ കൃത്യമായൊരു സ്പേസ്. ഇത് കണ്ടോ, ഇതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഒരു സ്പേസ് നൽകുന്നത്. ഈ സ്പേസിൽ കൃത്യമായിട്ട് ഈ ബാഗ് ഇരിക്കും എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ചാർജർ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ഉൾഭാഗത്തേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ സവിശേഷത നമ്മളെ പ്രധാനമായി ആകർഷിക്കുന്നത് ഈ ഒരു ഡി കട്ട് സ്റ്റിയറിംഗ് വീലാണ്. അതായത് കിയയുടെ പുതിയ വാഹനങ്ങൾ അതിൽ കാണുന്നതിന് സമാനമായ ഒരു സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിലും വരുന്നത്. അതായത് ഡി കട്ട് സ്റ്റിയറിംഗ് വീൽ എന്നാണ് ഇതിന് പറയപ്പെടുന്നത്. അതായത് ഇതിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടല്ലേ, ഒരു പുതിയ ടൈപ്പ് ഓഫ് ഡിസൈനാണ്. ഇവിടെ ഒരു വൈറ്റിഷ് ഒരു ഫിനിഷാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പം ഇവിടെയും വളരെ മനോഹരമായ ഒരു ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. അപ്പം കൺട്രോൾ സ്വിച്ചുകൾ നോക്കിയാൽ ഇവിടെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ സ്വിച്ചുകൾ, വോളിയം, നെക്സ്റ്റ്, മോഡ്, കോൾ ഒക്കെ ഇവിടെ നൽകിയിരുന്നു. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ ക്രൂയിസ് കൺട്രോൾ അടക്കമുള്ള കാര്യങ്ങളുടെയും ഒപ്പം അഡാസിൻ്റെ അടക്കമുള്ള കൺട്രോൾ സ്വിച്ചുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതിന് ഡ്രൈവ് മോഡ് സ്വിച്ച് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഇവിടെയാണ് ഇതിന് ഡ്രൈവ് മോഡ് സ്വിച്ച് നൽകിയിട്ടുള്ളത്. അതായത് ഡ്രൈവിൻ്റെ മോഡുകൾ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്വിച്ച് ഈ ഭാഗത്തായിട്ടാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും വലിയ സവിശേഷത. സാധാരണ വാഹനങ്ങളിലത് ഈ ഒരു സെൻട്രൽ കൺസോളിൽ എവിടെയെങ്കിലും ഈ ഒരു സെൻട്രൽ പോർഷനിൽ എവിടെയെങ്കിലും ആയിരിക്കും നൽകുക. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ഇവിടെയാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. ഒപ്പം ഇന്നടുക്കായിട്ട് ഒരു കിയയുടെ ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്.
നമ്മളെ പ്രധാനമായും ആകർഷിക്കുന്ന ഒരു കാര്യം ഈ ഒരു വലിയ ഡിസ്പ്ലേ ആണ്, ഡ്യുവൽ ഡിസ്പ്ലേ ആണ്, കർവ്ഡ് ഡ്യുവൽ ഡിസ്പ്ലേ ആണ്. 12.3 ഇഞ്ചാണ് അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് കഴിഞ്ഞാൽ നിരവധി ഓപ്ഷനുകൾ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ക്ലസ്റ്ററിലേക്ക് വന്നാൽ ക്ലസ്റ്ററിലും നിരവധി ഡീറ്റെയിൽസ്, നിരവധി നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസൊക്കെ വളരെ മികച്ച ഗ്രാഫിക്സോടുകൂടിയാണ് നൽകിയിട്ടുള്ളത്. വാഹനത്തെ സംബന്ധിക്കുന്ന വിശേഷങ്ങൾ, വാഹനത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആ ഒരു ക്ലസ്റ്ററിൽ വരുന്നുണ്ട്. അതൊക്കെ വളരെ മനോഹരമായ ഒരു ഡിസൈനാണ്. ഇനി വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സെൻട്രൽ കൺസോളാണ്. ഇത് കണ്ടോ, ഇത് വളരെ മനോഹരമായൊരു ഡിസൈനോടുകൂടിയാണ് നൽകിയിട്ടുള്ളത്. നമ്മൾ ഇതുവരെ കണ്ട വാഹനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവിടെയാണ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സ്വിച്ച് നൽകിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ മോഡ്, അതായത് റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് ഏതിലേക്കാണോ വേണ്ടത് അത് ഒരു റോട്ടറി സ്വിച്ച് ഇവിടെ നൽകിയിരിക്കുന്നു. അതിൻ്റെ ഒത്ത നടുവിലായിട്ട് ഒരു പാർക്ക് ബ്രേക്കിൻ്റെ സ്വിച്ച് നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആ ഒരു ക്യാമറ, ഇവിടെ പാർക്ക് അസിസ്റ്റൻ്റ് ഒക്കെ ഒരു ഓട്ടോ ഹോൾഡിൻ്റെ ഒരു സ്വിച്ചും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ വയർലെസ് ചാർജറാണ് നൽകിയിട്ടുള്ളത്. ഫോണിൻ്റെ നമുക്ക് ഫോൺ ഇവിടെ ചാർജ് ചെയ്യാൻ വെക്കാം. വയർലെസ് ചാർജർ നൽകിയിരിക്കുന്നു. ഇവിടെ വരുമ്പോൾ ഇവിടെ വലിയൊരു സ്റ്റോറേജ് സ്പേസ്, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അവിടെ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ 2 സ്റ്റോറേജ് സ്പേസുകളുണ്ട്. അപ്പം 2 കപ്പ് ഹോൾഡറുകളും നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ താഴേക്ക് വരുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും വെക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. 2 ഒരു 12 വോൾട്ടിൻ്റെ പവർ ഔട്ടും ഒപ്പം ഒരു ടൈപ്പ് സി ചാർജിങ് പോർട്ടും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് ചാർജറും ഒന്ന് USB ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പോർട്ടും ഒപ്പം ഒരു ചാർജിങ് പോർട്ടും നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ആ ഒരു സ്വിച്ചുകൾ ഇതെല്ലാം ടച്ചാണ്, ഫെദർ ടച്ചാണ്. 2 സൈഡിലേക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. ഒപ്പം ഇത് കണ്ടില്ലേ, നമുക്കിതിൽ പവർ സ്വിച്ചാണ്, അതിൽ പ്രസ് ചെയ്തുകൊണ്ട് AC പൂർണ്ണമായി നമുക്ക് ഓഫ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഗ്ലോ ബോക്സും നൽകിയിട്ടുണ്ട്. അതൊരു ഇവിടെ ഒരു ചെറിയൊരു ഒരു പോക്കറ്റ് സ്പേസ് എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിൽ ഒരു സ്പേസ് കൂടിയാണ്. മുകളിലേക്ക് വരുമ്പോൾ സൺറൂഫ് നൽകിയിട്ടുണ്ട്. അത് വളരെ മികച്ച, അത്യാവശ്യം നല്ല വലിപ്പമുള്ള സൺറൂഫ് എന്ന് പറയാൻ സാധിക്കും. ഡോറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു പവർ വിൻഡോയുടെ സ്വിച്ചുകൾ, ഒപ്പം മുൻഭാഗത്തെ സീറ്റുകളിൽ മെമ്മറി ഫംഗ്ഷൻ വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗത്തേക്ക് വരുമ്പോഴും നേരത്തെ നമ്മൾ പറഞ്ഞു പ്രീമിയം സീറ്റുകളാണ് നൽകിയിട്ടുള്ളത്. വളരെ മനോഹരമായി ഇരിക്കാൻ സാധിക്കും. വളരെ 3 പേർക്ക് നല്ല സുഖമായിട്ടിരുന്ന് പോകാൻ സാധിക്കുന്ന സീറ്റുകളാണ്. ഇതല്ല, നമുക്ക് ചാരിയിരുന്ന് വളരെ സുഖമായി പോകാൻ സാധിക്കുന്ന, വളരെയധികം കംഫർട്ട് നൽകുന്ന സീറ്റുകളാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരു ഹാൻഡ് റെസ്റ്റ് എടുത്ത് വെച്ചിരുന്നു, ആം റെസ്റ്റ് വെക്കുന്നു. ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് നൽകി കപ്പ് ഹോൾഡർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ സാധിക്കുന്ന രീതിയിൽ ഉണ്ടോ. ഇപ്പോൾ കപ്പ് ഹോൾഡറായി, ഇത് നീക്കി വെച്ചാൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വെക്കാൻ സാധിക്കുന്ന സ്പേസ് ആവും. ഇവിടുന്ന് ഇങ്ങനെ തുറന്നാൽ ഇതിനകത്തേക്ക് നമുക്കൊരു സ്പേസ് ഉണ്ട്. ഇത് വേണമെങ്കിൽ വാഹനത്തിൻ്റെ ബൂട്ടിനുള്ളിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം. അപ്പം പിൻഭാഗത്തെ AC വെൻറ്റുകൾ നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായാണ്. ഇവിടെ നമുക്കൊരു സ്പേസ് നൽകിയിട്ടുണ്ട്, ഒരു പോക്കറ്റ് സ്പേസ്. ഈ ഒരു 2 സീറ്റിലും പോക്കറ്റ് സ്പേസ് നൽകിയിട്ടുണ്ട്. ടൈപ്പ് സി ചാർജിങ് പോർട്ട് ഇവിടെയാണ്, മുൻഭാഗത്തെ സീറ്റിൻ്റെ പിന്നിലായാണ്. പിൻഭാഗത്തിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ആ ഒരു ചാർജിങ് പോർട്ട് നൽകിയിരിക്കുന്നത് ഇവിടെയാണ്. പല മാനുഫാക്ചേഴ്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ടാറ്റ പവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, CUN എന്ന് പറയുന്ന കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല കമ്പനികൾ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം നമ്മുടെ പവർ സപ്ലൈ ആണ്. ഈ പവർ സപ്ലൈ ഫെയിലർ ആയാൽ നമുക്ക് അവിടെ ചാർജ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഒരു 2 വർഷം ഉപയോഗിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു 200 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു 190 കിലോമീറ്റർ ഓടിയതിന് ശേഷം നമ്മളൊരു ചാർജിങ് സ്റ്റേഷൻ അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവിടെ പവർ ഫെയിലർ ആണെങ്കിൽ നമുക്കവിടെ ചാർജ് ചെയ്യാൻ സാധിക്കാതെ പോകും.
നമ്മൾ ഒരു എവിടെയെങ്കിലും വണ്ടി നിന്നുപോയി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊരു ശരിയായൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഒരു ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിൽ ഒരു 100 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മളൊരു ടോപ്പപ്പ് ചെയ്തോണം. നമ്മളൊരു ചാർജ് സ്റ്റേഷൻ സെലക്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ ചാർജ് ചെയ്തതിന് ശേഷം യാത്ര തുടരാം. അല്ലാതെ നമ്മൾ കംപ്ലീറ്റ് ചാർജ് തീർന്നതിന് ശേഷം നമ്മൾ ഒരിക്കലും ചാർജ് സ്റ്റേഷൻ നമ്മൾ അന്വേഷിച്ച് പോകാൻ ഇടവരരുത്. രണ്ടാമത് നമുക്ക് ഹോം ചാർജേഴ്സ് ഉണ്ട്. ഹോം ചാർജേഴ്സ്, പോർട്ടബിൾ ചാർജേഴ്സ് എല്ലാം വണ്ടിയുടെ മാനുഫാക്ചേഴ്സ് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് എവിടെയും ചാർജ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു 3 പിൻ, ഒരു 16 ആംപിയർ പവർ പ്ലഗ്, പ്രോപ്പറായിട്ടുള്ള ഒരു എർത്തിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എവിടെയും ഈ വണ്ടി ചാർജ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോപ്പറായിട്ടുള്ള ഒരു എർത്തിങ് ഇതിൻ്റെ അകത്ത് വളരെ അത്യാവശ്യമാണ്. നല്ലൊരു എർത്തിങ് ഇല്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് ഈ ചാർജിങ് സാധിക്കില്ല. അപ്പോൾ ഏറ്റവും പ്രോപ്പറായിട്ടുള്ള നല്ല വയറിങ്ങും നല്ല എർത്തിങ്ങുമുള്ള ഏതൊരു സ്ഥലത്തും, നോർമൽ ഒരു നമ്മുടെ വീട്ടിലെ കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഷോപ്പിലെ കണക്ഷനിൽ നമുക്കിത് ചാർജ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് വളരെ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും. നമ്മളിപ്പോൾ ഒരു ഫാസ്റ്റ് ചാർജർ ഒരു അരമണിക്കൂർ കൊണ്ട് ചെയ്യുന്നത് ഒരു പക്ഷേ 8 മണിക്കൂറും 9 മണിക്കൂറും 10 മണിക്കൂർ വരെയൊക്കെ നമുക്ക് ഒരു ഫുൾ ചാർജ് 0 to 100 ആവാനായിട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് നമുക്കുണ്ടാകുന്ന ഒരു വലിയൊരു സംശയമാണ്, ആളുകൾ ചോദിക്കാറുള്ള ഒരു കാര്യം, ഈ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പിക്കപ്പ് ഉണ്ടോ, കയറ്റും കയറുമോ, ഇങ്ങനെയുള്ള പല സംശയങ്ങൾ പലരും ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മളൊരു പ്രാവശ്യം ഇതിൻ്റെ ഒരു ഇലക്ട്രിക് വാഹനം ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കിയാൽ നമ്മുടെ ആ ഒരു സംശയങ്ങൾക്കെല്ലാം ഒരു ഉത്തരമാകും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് കിയ EV6ൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു വാഹനം നമ്മളിപ്പോൾ ഷൂട്ടിന് വേണ്ടി എടുത്തത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കിയ ഡീലർഷിപ്പായിട്ടുള്ള ഇഞ്ചോൺ കിയയിൽ നിന്നാണ്. മറ്റൊരു പ്രത്യേകത, നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ചാർജിങ് സ്റ്റേഷനിലാണ്. 240 കിലോവാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഷൂട്ടിന് വേണ്ടി വാഹനം എടുത്തത് ഇഞ്ചോൺ കിയയിൽ നിന്നാണ്. നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഡ്രൈവിനൊക്കെ വേണമെങ്കിൽ അവരെ സമീപിച്ചാൽ അതിനുള്ള സൗകര്യം എന്തായാലും ഒരുക്കി തരും. അപ്പോൾ ഡിജി ഡ്രൈവിൻ്റെ ഈ ഒരു അധ്യായം അത് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ വാഹനം, പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. ദിസ് ഈസ് എം നിഖിൽ കുമാർ, സൈനിങ് ഓഫ്.